താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്കുമോളെ. മോൾ അവൻ്റെ കൂടെ പോണം. അവൻ വന്ന് വിളിച്ചതല്ലേ. ചെല്ലുമോളെ. ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, ഞാൻ വരില്ല. എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോയല്ലേ, എന്റെ കുഞ്ഞിനെ വരെ തള്ളി പറഞ്ഞല്ലേ. അങ്ങനെ ഒരാളുടെ കൂടെ ഇനി എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി പോകേണ്ടത്? പറ. ഞാൻ പോവില്ല. ജീവനോട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനും ആരും കരുതണ്ട. അതിനു വേണ്ടിയാ കാത്തു നിൽക്കുന്നെങ്കിൽ സമയം കളയത് പോകാൻ പറ അച്ഛ. അവള് പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് അവളെ ഒന്ന് കാണണം. എനിക്കാരെയും കാണണ്ട. പോകായിരുന്നില്ലേ ചേച്ചിക്ക്? ഇല്ല,
എത്ര വട്ടം പറഞ്ഞതാ, പോവില്ല ഞാൻ. ഇനി വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല. ഇത്രയ്ക്ക് വാശി വേണോ കല്യാണി? വന്ന് വിളിച്ചത് കല്യാണിയുടെ ഭർത്താവാ, ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാ. അതെല്ലാം നിഷേധിച്ചതും ആ ആള് തന്നെയാ. എന്നിട്ടിപ്പോ തിരികെ വിളിക്കാൻ വന്നിരിക്കുന്നു. ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലായി കാണും. അതിൽ പശ്ചാത്താപം തോന്നിക്കാണും. അതല്ലേ വന്നത്? പശ്ചാത്താപം അതൊന്നും അത്ര പെട്ടെന്ന് ആ മനസ്സിലുണ്ടാവില്ല. അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല കല്യാണി. മനുഷ്യന്റെ മനസ്സല്ലേ. ഇത്രയും നാളും സുഖേട്ടനോട് സ്നേഹം മാത്രം തോന്നിയിരുന്ന കല്യാണിയുടെ മനസ്സ് പെട്ടെന്നല്ലേ ഇപ്പൊ മാറിയത്? അതുപോലെ കണ്ടാ മതി. എനിക്കൊന്നും കേക്കണ്ട. എല്ലാവർക്കും സുഖമായിട്ടെന്നെ ന്യായീകരിക്കാനാ താല്പര്യം. ഞാൻ അനുഭവിക്കുന്ന വേദന അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണം. പക്ഷേ സുഖുവേട്ടൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയത് ചേച്ചി വിചാരിക്കുന്നത് പോലെ പഴയ മനസ്സായിട്ടല്ലെന്ന് തോന്നുന്നു. ചെയ്ത തെറ്റിനെ ഓർത്ത് മനസ്തപിക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും ശിക്ഷിക്കുന്നത് എന്തിനാ? ഇറങ്ങി ചെന്നിട്ട് കഴിഞ്ഞതെല്ലാം ആവർത്തിച്ച അതിൽ ഇനിയും ഞാൻ സഹിക്കണം. പറ, അതോ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടുന്ന് ഇറങ്ങി തന്നാ മതിയെന്നാണോ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അത്രയ്ക്കൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നുന്നെങ്കിൽ പറ. ഒരിറങ്ങിപ്പോക്കല്ല, എല്ലാം ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നേക്കുമായിട്ട്. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയല്ലേ കല്യാണി. അങ്ങനെയൊക്കെ ചിന്തിക്കാനും മാത്രമുള്ള ഒരു അവസ്ഥയൊന്നും ഇപ്പൊ കല്യാണിക്കില്ല. ഇനി എന്തവസ്ഥയാ വരാനുള്ളത്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇനിയും അയാളുടെ കൂടെ ജീവിക്കാൻ എന്നെ നിർബന്ധിച്ച മറ്റൊന്നും ആലോചിക്കാതെ, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോലും ഓർക്കാതെ എനിക്കത് ചെയ്യേണ്ടി വരും. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അത്രയ്ക്കൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നുന്നെങ്കിൽ പറ. ഒരിറങ്ങിപ്പോക്കല്ല, എല്ലാം ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നേക്കുമായിട്ട്. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയല്ലേ കല്യാണി. അങ്ങനെയൊക്കെ ചിന്തിക്കാനും മാത്രമുള്ള ഒരു അവസ്ഥയൊന്നും ഇപ്പൊ കല്യാണിക്കില്ല. ഇനി എന്തവസ്ഥയാ വരാനുള്ളത്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇനിയും അയാളുടെ കൂടെ ജീവിക്കാൻ എന്നെ നിർബന്ധിച്ച മറ്റൊന്നും ആലോചിക്കാതെ, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോലും ഓർക്കാതെ എനിക്കത് ചെയ്യേണ്ടി വരും. മനസ്സ് വിഷമിപ്പിക്കാതെ മാഷേ. അവൾ പറയുന്നൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ ഒന്നും ആലോചിക്കാതെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മുടെ മോൾ എന്തെങ്കിലും ചെയ്യോ? അങ്ങനെ തോന്നുന്നുണ്ടോ മാഷ്ക്ക്? ഇപ്പോഴത്തെ അവളുടെ മനസ്സ് എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. എല്ലാം ശരിയാവും മാഷേ. ഈശ്വരൻ നമ്മളെ അങ്ങനെ അങ്ങ് കൈവിട്ട് കളയോ? സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിന്ന് സങ്കടത്തിന്റെ നടുക്കടലിലേക്കല്ലേ ഈശ്വരൻ നമ്മളെ വലിച്ചെറിഞ്ഞത്? ചിലപ്പോൾ ശിക്ഷയാവും. ദേവുവിന്റെ കാര്യത്തിൽ ഒരുപാട് സന്തോഷിച്ചപ്പോ, അഭിമാനിച്ചപ്പോ അതൊരഹങ്കാരമായി തോന്നിക്കാണും ഈശ്വരന്. ഞാനൊന്ന് കിടക്കട്ടെ ശാരദേ, വല്ലാത്ത ക്ഷീണം.
എവിടെയായിരുന്നു എന്റെ മോൻ? തോന്നുമ്പോ വന്ന് കയറിയാലേ കഥക് തുറന്ന് കാത്തിരിക്കാൻ വേറെ ആൾ അന്വേഷിക്കണം. അന്വേഷിച്ചോണ്ട് വന്നൊരാളെ എന്താടാ നിർത്തിക്കളഞ്ഞത്? പറയടാ. അന്വേഷിച്ചോണ്ട് വന്നവളെ നീ തന്നെയല്ലേ പടിയിറക്കി വിട്ടത്? അതെ, അതിനെന്ത് വേണം? എനിക്ക് തോന്നിയ ഇറക്കി വിടും, തോന്നിയ തിരിച്ചു വിളിച്ചോണ്ട് നീ പിന്നെയും കുടി തുടങ്ങിയോ? നിങ്ങൾ എന്നെ കുടിപ്പിച്ച് അടങ്ങുമല്ലേ? എന്താ, എന്ത് കാഴ്ച കാണുമെന്നാ? പോ എന്നെ മുന്നിൽ നിന്ന് പോവാൻ. രാമേട്ടൻ ഇരിക്കേ. ഞാൻ ആ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അന്വേഷിച്ചിരുന്നു രാമേട്ട. പക്ഷേ അത്ര പെട്ടെന്നൊന്നും ശരിയായി കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ ഫണ്ട് റേസ് ചെയ്യാൻ മറ്റെന്തെങ്കിലും മാർഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. എന്തായാലും പുതിയ ഫാക്ടറിയുടെ ഇൻസ്റ്റലേഷൻ വർക്ക് ഈ ആഴ്ച തന്നെ തുടങ്ങിയേ പറ്റൂ. മുംബൈയിൽ നിന്ന് ചാറ്റർജി വിളിച്ചിരുന്നു. മെഷീനറീസ് എല്ലാം അയച്ചിട്ടുണ്ട്. മിക്കവാറും മറ്റന്നാൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. സോ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തേ പറ്റൂ രാമേട്ട. ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു വഴിയേ കാണുന്നുള്ളൂ. അത് ഒരല്പം വളഞ്ഞ വഴിയാ. എന്താ രാമേട്ട? സർക്കാരിനെ ഒന്ന് വെട്ടിക്കുക. മനസ്സിലായില്ല. അതായത് സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. മുംബൈയിൽ നിന്ന് ചാറ്റർജി വിളിച്ചിരുന്നു. മെഷീനറീസ് എല്ലാം അയച്ചിട്ടുണ്ട്. മിക്കവാറും മറ്റന്നാൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. സോ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തേ പറ്റൂ രാമേട്ട. ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു വഴിയേ കാണുന്നുള്ളൂ. അത് ഒരല്പം വളഞ്ഞ വഴിയാ. എന്താ രാമേട്ട? സർക്കാരിനെ ഒന്ന് വെട്ടിക്കുക. മനസ്സിലായില്ല. അതായത് യെസ് കമിൻ. ആ, നമുക്കെന്നാ പിന്നെ സംസാരിക്കാം. ശരി, എന്നാ രാമേട്ടൻ വയ്ക്കുള്ളൂ. ഓ, നമസ്കാരം രാമേട്ടാ. ഇരുന്നാട്ടെ. അല്ല, ഞാൻ വന്ന ഒരു ഡിസ്റ്റർബൻസ്. ഏയ് ഇല്ല. അല്ല, രണ്ടുപേരും കാര്യമായ എന്തോ ചർച്ചയിലായിരുന്നു തോന്നി, അതാ ചോദിച്ചത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ചില ഓഫീസ് കാര്യങ്ങൾ. ഇപ്പൊ എങ്ങനെ മുട്ടിലെഴഞ്ഞു നടന്ന പരുവത്തിന്ന് കുറച്ചൊക്കെ പിടിച്ചു നടക്കാൻ തുടങ്ങിയോ? കുറേശ്ശെ നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നടന്നു കിടന്നങ്ങ് ശരിയായിക്കോളും. ആ പിന്നെ നമ്മുടെ വിശ്വം മോനെ വിളിച്ചിരുന്നു? ഇല്ല. എന്താ കർണേട്ടാ? എന്നാ ഇപ്പൊ വിളിക്കും. എന്താ കാര്യം? പ്രശ്നം എന്തെങ്കിലും? ഏയ്, എന്ത് പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ തീരാൻ പോകുന്നെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ കർണേട്ടാ? ആ കിച്ചുവിനെ നമ്മുടെ വിശ്വം വെറുതെ കൊണ്ടുവന്ന് അടച്ചിട്ടതാണെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടായി. എന്താ, അവൻ ഇന്ന് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് തന്നെയാ വിശ്വം പറയുന്നത്. അച്ചായന്റെ മരണത്തിൽ ആ മാഷിന്റെ മകൾ കല്യാണിക്കും പങ്കുണ്ടെന്ന് തന്നെയാ വിശ്വം ഇപ്പോഴും കരുതുന്നത്. അത് ആ കിച്ചുവിനോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. അത്രയും വിശ്വനങ്ങൾ ആ കല്യാണിയെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാണും. അതെ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. സത്യം അങ്ങനെയാണെങ്കിൽ കല്യാണി മാത്രമല്ല, ആ കുടുംബം മുഴുവൻ ഭൂമിക്കൊരു ഭാരമായിട്ട് വേണ്ട. അല്ലേ കർണേട്ടാ? ആ കുടുംബത്തോട്
ബാക്കി വച്ച കണക്കെല്ലാം അതോടെ ഒറ്റയടിക്ക് ഞാൻ തീർക്കും. നല്ല സ്റ്റൈലുണ്ടല്ലേ? ഇതിവിടെ വെക്കണ്ട, എടുത്ത് മാറ്റ്. അതെന്താ വെക്കണ്ടെന്ന്? അതിന്റെ ആവശ്യമില്ല, അത് തന്നെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാധാരണ വിവാഹമൊക്കെ കഴിയുമ്പോ ഇതുപോലുള്ള ഫോട്ടോസ് ഒക്കെ ബെഡ്റൂമിൽ വെക്കും. അതൊരു പതിവല്ലേ? എന്നാ ആ പതിവൊന്നും ഇവിടെ വേണ്ട. അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ പോരല്ലോ. ഞാൻ തീരുമാനിക്കുന്നത് ഇവിടെ നടക്കൂ. എടുത്ത് മാറ്റത്. ഇതിവിടെ ഇരിക്കുന്നോണ്ട് നിനക്കെന്താ ഇത്ര വിഷമം? ആ, വിഷമം ഉണ്ടെന്ന് എന്നെ കൂട്ടിക്കോ. എന്തിനാ ഇതിവിടെ വെക്കുന്നേ? എന്നും രാവിലെ പോയിട്ട് പൂജിക്കാനോ? അല്ല, ഇത് കാണുമ്പോഴെങ്കിലും ഞാൻ നിന്റെ ഭർത്താവാണെന്നും നീ എന്റെ ഭാര്യയാണെന്നും നീ ഒന്ന് ഓർക്കാൻ. ഓർത്തിട്ടെന്തിനാ? നീ പറയുന്നതനുസരിച്ച് നിന്റെ അടിമയായി ഞാൻ ജീവിക്കാനോ? അങ്ങനെ നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അതങ്ങ് എടുത്ത് എറിഞ്ഞു കളഞ്ഞേക്ക് ശിവ. അത് അങ്ങനെ അങ്ങ് എടുത്തെറിഞ്ഞു കളയാൻ തീരെ മനസ്സില്ല ആലിസ്. ഇതിവിടെ തന്നെ ഇരിക്കും. അതെനിക്കും കൂടി തോന്നണം. ഞാൻ കൂടി തീരുമാനിക്കണം. ഇതിവിടെ വെക്കണ്ടെന്ന് ഞാനാണ് തീരുമാനിക്കുന്നെങ്കിൽ ആരും ഇതിവിടെ വെക്കില്ല. ഞാനാണ് നിന്റെ കഴുത്തിൽ മിന്നി കെട്ടിയതെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഇവിടെ തന്നെ വയ്ക്കും. നീ വെക്കുമല്ലേ? അടിക്കടാ, ചൂണുണ്ടെങ്കിൽ അടിക്കടാ, അടിക്കാൻ. എന്താ ഇത്? എന്താ ഇവിടെ ഒരു ബഹളം? കണ്ടില്ലേ, ഈ ഫോട്ടോ ഒന്നുകൂടെ വച്ചേനാ. എന്താ ആലീസ ഇത്? എനിക്ക് കാണണ്ട, അതാ ഞാൻ വലിച്ചെറിഞ്ഞ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിപ്പിക്കും. അതിനു വേണ്ടിയാ ഇവൻ. മമ്മി പേടിക്കണ്ട. ഇവൾക്കുള്ള മരുന്ന് ഞാൻ കൊടുത്തോളാം. നീ എന്താ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നില്ല. അതെന്താ? പോകുന്നില്ല, അത്ര തന്നെ. പുതിയ ഓരോ ശീലങ്ങളൊക്കെ ആണല്ലോ ഇപ്പോ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിന്ന് ലീവ് എടുക്കാൻ പറഞ്ഞ സമയമില്ല, സൗകര്യമില്ല. ഇപ്പൊ എല്ലാം ഉണ്ട്. അതൊക്കെ എന്റെ ഇഷ്ടമാ. എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യും. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? കാര്യം പറയുമ്പോ നീ ഇങ്ങനെ ചൂടായാലും എങ്ങനെയാ? പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? അമ്മയ്ക്കിപ്പോ എന്ത് കാര്യ പറയാനുള്ളത്? സുരഭിയുടെ കാര്യത്തില് എന്താ നിന്റെ തീരുമാനം? അവളെ നീ കോളേജിൽ വിടണ്ടാന്നാ? എനിക്കറിയില്ല. എന്ന് പറഞ്ഞാലെങ്ങനെയാ? ഇവിടുത്തെ കാര്യങ്ങള് നീയും അറിയേണ്ടതല്ലേ? എനിക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങളും അറിയണ്ട. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊള്ളാം, നല്ല ഉത്തരവാദിത്തമുണ്ട് മോന്. അവളപ്പോ ആരുടെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാലും നീ ഇതൊക്കെ തന്നെ പറയണം.